ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ രാവിലത്തെ ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറി. അതിന് മുന്നേ രണ്ട് വാക്കുകൂടി ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം. എൻ്റെ വീഡിയോ കാണുന്നത് ഇതിൽ ഒരാൾ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു ലാഗ് അടിക്കുന്നു, ഒരുപാട് ലാഗ് അടിക്കുന്നു. അപ്പോൾ കാണുമ്പോൾ ഒരു ബോറടി തോന്നും, അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും എന്നാണ് എന്നോട് പറഞ്ഞത്. സ്കിപ്പ് ചെയ്ത് പോകുന്നവർ പോട്ടെ, അതിൽ വേറെ വിഷയമില്ല. പക്ഷേ അങ്ങനെ ഒരാളെങ്കിലും പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ലാഗ് അടിക്കാതെ. എൻ്റെ സംസാരം എന്ന് വെച്ചാൽ ഇങ്ങനെ നിർത്തി നിന്ന് ഒക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരാളിനോട് പുതിയതായിട്ട് നമ്മൾ ഒരാളിനോട് കാണുമ്പോൾ എന്താണ് നമ്മൾ ഒരു ഇതില്ലേ, അത് ആ ഒരു ഇതാണ് എനിക്ക് എപ്പോഴും ഇതിൻ്റെ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് സംസാരിക്കാൻ ഒരറപ്പ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പകരം സ്പീഡ് കൂട്ടി. ആ സ്പീഡ് കൂട്ടിയപ്പോൾ ഇപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ടിരിക്കുന്നു, എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്. സുഹൃത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം തെറ്റുകൾ നമുക്ക് പറ്റിയാൽ നമ്മളെ അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്താൻ വേണ്ടി ഉള്ള ഒരു ഇതാണ്. നമ്മൾ നാളെയും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ വീഡിയോയിൽ എല്ലാ വീഡിയോകളും കാണുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഞാനത് എൻ്റെ കൊച്ചുമോൾ ഇവിടെ വന്നപ്പോഴാണ് ആ സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ വീഡിയോ കൊള്ളാം, ഷെയ്ക്കാകുന്നതിൻ്റെ കാരണം ഞാനത് പറയാം. എൻ്റെ കൊച്ചുമോൾ ഇവിടെ വന്നിരുന്നു. അവൾക്ക് ഇങ്ങനെ ക്യാമറ പിടിക്കാൻ ഭയങ്കര, ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൾ അത് എനിക്ക് വീഡിയോ പിടിച്ച് തന്നതാണ്. എൻ്റെ വേറൊരാളുടെ സഹായമില്ല, നമുക്കൊരു കുഞ്ഞായിരുന്നാലും ഒരു സഹായത്തിനെത്തുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ അവൾ പിടിച്ചപ്പോൾ ഒരുപാട് ഇങ്ങനെ വീഡിയോകൾ, അപ്പം അത് ഞാൻ ഒരുപാട് കട്ട് ചെയ്ത് മാറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഷെയ്ക്കാകുന്നുണ്ട്. അപ്പോൾ ആ ഷെയ്ക്ക് ഒരുവിധം കൊള്ളാവുന്നത് മാത്രമാണ് ഞാൻ അതിലിട്ട്. അപ്പോൾ അതുപോലും കാണുമ്പോൾ ഒരു വൃത്തികേട് പോലെ തന്നെയാണ്. കാരണം ആടി നിൽക്കുമ്പോൾ. പക്ഷേ എനിക്കത് കട്ട് ചെയ്യാൻ തന്നാൽ ഞാൻ ആ പിടിച്ചതെല്ലാം പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതങ്ങനെ കുറേ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇടുന്നത്. ഇനി അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ക്യാബേജ് തോരൻ നമ്മുടെ വീട്ടിൽ തീരെ ഒഴിവാക്കിയതാണ്. കാരണം എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് ക്യാബേജ് തോരൻ ഞാൻ വെക്കില്ല. അപ്പോൾ മോക്കൊരിഷ്ടം ക്യാബേജ് തോരൻ വെക്കണം എന്നുള്ളത്. അപ്പം ഞാൻ അവൾക്ക് വേണ്ടി വെച്ചതാണ്. നമ്മൾ കടുവറുത്ത് ക്യാബേജ് അരിഞ്ഞ് നല്ല വൃത്തിയാണ് കഴുകിയിട്ട് നമ്മൾ കടുവറുത്ത് തോരൻ വയ്ക്കുമ്പോൾ കടുവറക്കുമ്പോൾ തന്നെ നമ്മൾ ലേശം ഉഴുന്ന് കൂടി ഇട്ട് കടുവറക്കണം. അപ്പോൾ അതൊന്ന് ചുവന്ന് വന്നതിന് ശേഷം ഇത് തട്ടി വേവിക്കുക. അപ്പോൾ ഞാൻ ഇതിലെടുത്ത ജീരകവും വെളുത്തുള്ളി മഞ്ഞപ്പൊടിയും മാത്രമാണ്. പ്രത്യേകിച്ച് ഞാനിതിൽ വറ്റൽ മുളക് ഉപയോഗിക്കുന്ന മുളകും കൂടെ ഞാൻ അതിലേക്കിടും. പച്ചമുളകും കൂടെ അരിഞ്ഞ് ക്യാബേജിൽ കൂടി നമ്മൾ അത് വേവിക്കുമ്പോൾ ആ മുളകിൻ്റേതും വെന്ത് നല്ല പാകത്തിന് കിട്ടും. അപ്പോൾ വറ്റൽ മുളകിൻ്റെ ഇടാതെ പച്ചമുളകാണ് ഞാൻ അതിൽ കൂടി ഇടുന്നത്. എന്നിട്ട് ഈ അരപ്പ് നല്ലത് വെന്തതിന് ശേഷം നടുക്കൊന്ന് വകഞ്ഞ് മാറ്റി വെച്ചിട്ട് ഈ അരപ്പിനെ തട്ടി അതെല്ലാം കൂടി ചുറ്റിനും അതിൻ്റെ പുറത്താക്കി അടച്ച് മൂടി വെക്കുമ്പോൾ അതിൻ്റെ ആവിയിൽ നിന്ന് ഒരു പകുതി വേവ് കൂടി ആവും. അപ്പോൾ ഈ അരപ്പും നല്ല വൃത്തിയാണ് വെന്ത് ഇതെല്ലാം ഉപ്പും എല്ലാം അതിനകത്ത് നല്ലോണം പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അടച്ച് വെച്ചിരിക്കും. എന്നിട്ട് അതിനെ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതിനെ ഇളക്കി കൊടുത്ത്, ഇല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിരുന്ന അടിയിൽ പിടിച്ചത് കരിഞ്ഞു പോകും. പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന ഒരു സാധനമാണ് നമ്മുടെ ക്യാബേജ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് അടുത്ത് തന്നെ നിൽക്കണം, എന്നാലേ അതിൻ്റെതായ ടേസ്റ്റോടെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രസം വച്ചു, നൊത്തോലി മീനുണ്ട്, അതിനെ ഇന്നലെ വെച്ചതാണ്, അത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ കൊണ്ടുപോകാനുള്ള തിരക്കിലാണ്. അത് ഉള്ള പരിപാടികളെല്ലാം ഒതുക്കി. പപ്പടവും പൊരിച്ചു, പുട്ടിന് വേണ്ടിയിട്ടാണ് പപ്പടം പൊരിച്ചത്. മറ്റേ മുളക് ഉള്ള മോരുമുളക് അതും കൂടെ പൊരിച്ചു വെച്ചു. അപ്പോൾ ഒരു ബാക്കി രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെയും കൂടെ പൊരിച്ചു വെച്ചത്. അപ്പോൾ സംഭവം ഈ പുട്ടെന്ന് പറയുന്നത് നമ്മളെ അരിപ്പുട്ടല്ല. അരിപ്പുട്ടിനോടാണ് എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഒരു ഇഷ്ടം. ഇത് സംഗതി റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച വരവരിയാണ്. വരവരി മില്ലിൽ കൊടുത്ത് പൊടിച്ച് വറുത്ത് വെച്ചിരുന്ന് അതിനെ പുട്ടുണ്ടാക്കിയതാണ്. അപ്പം ആദ്യം ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു, നന്നായിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മളവിടെ ഇപ്പോൾ ഇനി അങ്ങനെയാണ്. അപ്പോൾ ആ വരവരിയും നമുക്കങ്ങനെ വെറുതെ കളയേണ്ടി വരില്ല. അപ്പോൾ എല്ലാം നമ്മൾ യൂസ് ചെയ്യണം, നമ്മളെല്ലാം. അപ്പം അടുക്കള പരിപാടിയെല്ലാം ഒരുവിധം ഒന്ന് ഒതുങ്ങിയിട്ട് ഞാനൊരു ചായ കുടിക്കുന്നത് ആസ്വദിച്ച് എനിക്ക് സമാധാനത്തിൽ പതുക്കെ മെല്ലെ കുടിക്കണം. അപ്പോൾ ഗുഡ് മോർണിംഗ്, പുട്ടുണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഞാനൊരു ചായ കുടിച്ച് ഇത് അവസാനിപ്പിക്കുന്നു.